ഇന്നലെ ഈ ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ ഞങ്ങളെല്ലാവരും വന്നിരുന്നു. ഇവിടെ ഇപ്പോൾ ഒരു നാഥനില്ലാത്ത സ്ഥിതിയാണ്. ഇതിൻ്റെ പ്രവൃത്തി 2024 ആരംഭിച്ചാണ്, 24 ജൂലൈ മാസം. 2027 ജൂലൈയിൽ പൂർത്തീകരിച്ച് ഹാൻഡ് ഓവർ ചെയ്യേണ്ടതാണ്. എന്നാൽ ഈ 2026 ജൂലൈ ആയപ്പോൾ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ 15% പ്രവൃത്തി മാത്രമാണ് ഇതിൻ്റെ നടന്നിട്ടുള്ളത്. ഈ ഇന്നലെ പൊട്ടി വീണ ടവർ അത് അപകടകരമായ സ്ഥിതിയിലാണ് എന്നുള്ള വിവരം വളരെ നേരത്തെ തന്നെ ഇന്ത്യൻ റെയിൽവേക്കും കേന്ദ്ര സർക്കാരിനും ലഭിച്ചതാണ്. അങ്ങനെയുള്ള വിവരം ലഭ്യമായിട്ടും അതിനെ ഗൗരവത്തോടു കൂടി കണ്ടില്ല. വലിയ അപകടമാണ് ഉണ്ടായത്. നമുക്കറിയാം, അത് പൊട്ടി വീഴുന്ന സമയത്ത് ഒരു ട്രെയിൻ വരുന്ന സമയമായിരുന്നെങ്കിൽ നൂറുകണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുമായിരുന്നു. ലാഘവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ കണ്ടിട്ടുള്ളത്. ഇങ്ങനെ ഒരു അപകടകരമായ സ്ഥിതിയിലാണ് ഈ ടവറെങ്കിൽ അതിന് ചില പ്രിക്കോഷണറി സ്റ്റെപ്സ് എടുക്കേണ്ടതായിരുന്നു. ബാരിക്കേഡിംഗ് പ്രോപ്പർ ആക്കണമായിരുന്നു. നമ്മൾ ഇന്നലെയും കണ്ടതാണ്, ബാരിക്കേഡിംഗ് പ്രോപ്പർ അല്ലായിരുന്നു. വോളണ്ടിയേഴ്സ്, ഇതിൻ്റെ ജീവനക്കാർ സ്വയം വളണ്ടിയേഴ്സായി ജനങ്ങളോട് ഇങ്ങനെ അപകടത്തിലാണ്, അതുകൊണ്ട് ഈ ഭാഗത്തേക്ക് വരരുത് എന്ന് പറയണമായിരുന്നു. അതും പറഞ്ഞിട്ടില്ല. ഈ ടവർ അപകടകരമായ സ്ഥിതിയിലാണെന്ന് പറഞ്ഞ് വിവരം പരസ്യപ്പെടുത്തണമായിരുന്നു. പരസ്യപ്പെടുത്തിയാൽ ജനങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുമായിരുന്നു. അതും ഉണ്ടായിട്ടില്ല. ട്രെയിൻ വരുന്ന ഘട്ടത്തിലാണ് സംഭവിച്ചിരുന്നതെങ്കിൽ ട്രെയിൻ കാത്തു നിൽക്കുന്നവർ ഇതിന് അടിയിൽപ്പെടുമായിരുന്നു. നമുക്കറിയാം, കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. 10,000-കണക്കിന് ആളുകൾ ദൈനംദിനം ഉപയോഗിക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ്. ഇങ്ങനെയുള്ള റെയിൽവേ സ്റ്റേഷനിലാണ് ഇത്തരത്തിൽ ലാഘവത്തോടു കൂടി ഒരു പ്രശ്നം കൈകാര്യം ചെയ്തത് എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ 200ഓളം റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. 5 ലക്ഷത്തിലധികം യാത്രക്കാർ ദൈനംദിനം ഈ സ്റ്റേഷനുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഇതുപോലെ പഴയ കെട്ടിടമാണ്. ഗൗരവത്തിൽ നമ്മൾ കാണണം. ഇപ്പം കണ്ണ് തുറന്നില്ലെങ്കിൽ നാളെ വലിയൊരു അപകടമുണ്ടായിട്ട് പിന്നെ നമ്മൾ അയ്യോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കെട്ടിടങ്ങളിലെല്ലാം എന്താണ് പൊതുസ്ഥിതി എന്ന് പരിശോധിക്കണം. അതിനാണ് സ്ട്രക്ചറൽ സെക്യൂരിറ്റി ഓഡിറ്റ്. കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളിലെ പഴയ കെട്ടിടങ്ങളിൽ അടിയന്തരമായി ഇന്ത്യൻ റെയിൽവേ കേന്ദ്ര സർക്കാർ നടത്തേണ്ടത്. ഇവിടെയൊക്കെ പാർലമെൻറ്റ് അംഗങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ പാർലമെൻറ്റ് അംഗമുണ്ട്. എല്ലാവരും ഇതിൽ ശക്തമായിട്ട് ഇടപെടണം, അടിയന്തരമായി ഇടപെടണം. സ്ട്രക്ചറൽ സെക്യൂരിറ്റി ഓഡിറ്റ് കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ പഴയ കെട്ടിടങ്ങളിൽ സമയബന്ധിതമായി നടത്തണം. അവിടുത്തെ കെട്ടിടത്തിൻ്റെ സ്ഥിതി എന്താണ്, അതിൻ്റെ ബീമിൻ്റെ സ്ഥിതി എന്താണ്, അവിടുത്തെ മറ്റ് സ്ഥിതികൾ എന്താണ് എന്നുള്ളത് ഈ ഘടനാപരമായ സുരക്ഷാ ഓഡിറ്റിങ്ങിലൂടെ കണ്ടെത്തി അതിന് പ്രിക്കോഷണറി സ്റ്റെപ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ലെങ്കിൽ ഇനിയും അപകടമുണ്ടാകും. കോഴിക്കോട് പോലൊരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ കേരളത്തിലെ 200ഓളം റെയിൽവേ സ്റ്റേഷനുകളിൽ ഇതിലും ഭയാനകമായ സ്ഥിതിയായിരിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം ഞങ്ങളിവിടെ വന്നപ്പോൾ അവിടെ പണി നടക്കുന്ന സ്ഥലം നിങ്ങൾ നോക്കണം. അതിഥി തൊഴിലാളികളാണ്, മറ്റ് സംസ്ഥാനങ്ങളിലെ തൊഴിലാളികൾ 3 പേരാണുള്ളത്. ഒരു നെറ്റ് പോലും താഴ്ത്തില്ല. ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കാതെയാണ് ഇതിൻ്റെ പരിശോധന നടക്കുന്നത്. ഞങ്ങളിതൊന്ന് സംസാരിക്കാൻ വേണ്ടി ആളുകൾ അന്വേഷിച്ചപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ഇത് സംസാരിക്കാനില്ല. കേന്ദ്ര ഗവൺമെൻറ് ഇതിനെ ഗൗരവത്തോടെ കാണുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം. വളരെ ഗൗരവമേറിയ പ്രശ്നമാണ്. ഇപ്പോൾ പുതിയ കെട്ടിടങ്ങളെന്ന് പറഞ്ഞ് സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തീകരിക്കാതെ പോകുന്ന ഒരു ഭാഗത്ത് പ്രശ്നങ്ങളുള്ളപ്പോൾ തന്നെ പഴയ കെട്ടിടങ്ങൾ സംരക്ഷിച്ചു പോകാൻ വേണ്ടി, സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി തയ്യാറാകുന്നില്ല. ഇതിനോട് ഇതേ സമീപനമാണ് തുടരുന്നതെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ CPIMൻ്റെ ജില്ലാ സെക്രട്ടറി ഉണ്ട്, മുൻ MLA സഹ പ്രദീപ് കുമാറുണ്ട്,
DYFI സ്റ്റേറ്റ് പ്രസിഡന്റ് വസീഫ് ഉൾപ്പെടെ CPIMൻ്റെ കോഴിക്കോട് ജില്ലയിലെ ലീഡർഷിപ്പ് എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. വളരെ ഗൗരവത്തിൽ ഈ വിഷയത്തെ കാണുകയാണ്. ഇതേ സമീപനമാണ് തുടരുന്നതെങ്കിൽ ശക്തമായ പ്രക്ഷോഭം CPIMന് ഈ വിഷയവുമായി ഏറ്റെടുത്ത് നടത്തേണ്ടി വരും.